ട്രിബ്യൂട്ട് സമർപ്പിച്ചുകൊണ്ട് തന്നെയാണ് അവരുടെ ഗ്രാൻഡ് എൻട്രി ഈ വേദിയിൽ ഇതാ മാർക്ക് ചെയ്തിരിക്കുന്നത്. ആൻഡ് ദാറ്റ് വാസ് ആബ്സല്യൂട്ട്ലി സ്റ്റണ്ണിംഗ്, റൈറ്റ്? എൻജോയ് ചെയ്തു എല്ലാവരും? I can see a huge crowd in the back. എല്ലാവരെയും നമ്മുടെ ഷോ കാണാനായിട്ട്, എൻജോയ് ചെയ്യാനായിട്ട്, കൂടെ പാടാനായി, ഡാൻസ് കളിക്കാനായിട്ട് ഒക്കെ ഇൻവൈറ്റ് ചെയ്യാണ്. വെൽക്കം എവറിബഡി. ദിസ് ഈസ് ഗോണ ബി എ കില്ലർ ഷോ. So now, ladies and gentlemen, മിന്നലെ ഷോ ഇത്രത്തോളം ഗംഭീരമായി പ്രോഗ്രസ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ നമ്മുടെ ഈ ഒരു സെലിബ്രേഷനെ കളർ ഒരല്പം കൂട്ടുന്നതിനായിട്ട്, നമ്മുടെ എനർജി ഒന്ന് എലിവേറ്റ് ചെയ്യുന്നതിനായി we are going to welcome a very very special personality now here on the stage. നമ്മളെല്ലാവരെയും കൂടുതൽ ആവേശത്തിലാഴ്ത്തുന്നതിനായിട്ട് ഒരു മുഖ്യാതിഥി നമ്മളോടൊപ്പം എത്തിച്ചേർന്നിട്ടുണ്ട്. അദ്ദേഹത്തെ ഈ വേദിയിലേക്ക് ഇപ്പോൾ സ്വാഗതം ചെയ്യാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. ആൻഡ് ടു സ്പീക്ക് അബൌട്ട് ഹിം, ഐ കൻ സേ ദാറ്റ് നമ്മളെല്ലാവരും ഒരുപക്ഷെ ഒരു കാലത്ത് വിദേശയാത്ര എന്നത് ഇംപോസിബിൾ ആണെന്ന് വിചാരിച്ചിരുന്ന ഒരു സമയം ഉണ്ടായിരുന്നു. അങ്ങനെ കരുതിയിരുന്ന നമ്മളെ ലോകം കാണിച്ച ഒരാളുണ്ട്. And he was not just showing us the world. അദ്ദേഹം ലോകം കാണിക്കുക മാത്രമല്ല, he just taught us what is the world and how big is the world. ആ സഞ്ചാരി എന്ന മനുഷ്യനെ ഇന്ന് അറിയാത്ത, ആ ശബ്ദത്തെ തിരിച്ചറിയാത്ത ഒരു മലയാളി പോലും ഇന്ന് ഉണ്ടാവില്ല. So now, ladies and gentlemen, ഇപ്പോൾ ഒരു ട്രാവലർ എന്നതിലുപരി ജീവിതത്തെക്കുറിച്ച് നമ്മളെ കൂടുതൽ പഠിപ്പിക്കുന്ന, കൂടുതൽ ഉൾക്കാഴ്ചകൾ നമുക്ക് സമ്മാനിക്കുന്ന a wonderful storyteller. I can undoubtedly say he is a pride of our Kerala land. So ഏറ്റവും സ്നേഹപൂർവ്വം തന്നെ ചാകര 2026ലേക്ക് സ്വാഗതം ചെയ്യുന്നത് the wonderful storyteller we have none other than സന്തോഷ് ജോർജ് കുളങ്ങര. ഒരു മികച്ച കൈയടി നൽകി തന്നെ അദ്ദേഹത്തെ നമുക്ക് വേദിയിലേക്ക് സ്വാഗതം ചെയ്യാം. A big round of applause in welcoming Sri Santosh George Kulangara to Chagara 2026 Rotary District 3211 District Conference-ലേക്ക് നമ്മൾ സ്വാഗതം ചെയ്തിരിക്കുകയാണ്. ഇനി അദ്ദേഹത്തിന്റെ വാക്കുകൾ നമ്മൾ കേൾക്കുവാനായി പോകുകയാണ്. So ladies and gentlemen, this is going to be a very special moment for all of us. Warm good evening, dear friends. അവതാരക ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു. എങ്കിൽ പോലും ഞാൻ ഒരിക്കൽ കൂടി പറയുന്നു, ലോകത്തിൻ്റെ ഏതൊക്കെ കോണിൽ മലയാളികളുണ്ടോ അവരുടെയൊക്കെ സ്വീകരണ മുറികളിൽ, അത് ലോകത്തിൻ്റെ ഏത് കോണിലാണെങ്കിലും യാതൊരു വിധമായ പരിചയപ്പെടുത്തലുകളും ആവശ്യമില്ലാത്ത ഒരു മലയാളി ഏത് എന്ന് ചോദിച്ചാൽ നിസ്സംശയം നമുക്ക് പറയാൻ കഴിയും, ശ്രീ സന്തോഷ് ജോർജ് കുളങ്ങര. താങ്ക് യു. സന്തോഷ് ജോർജ് കുളങ്ങര. ഞാനിവിടെ ലൈറ്റ് ഉണ്ട് എങ്കിൽ പോലും, ഗ്ലെയർ ഉണ്ടെങ്കിൽ പോലും, ഞാൻ കാണുന്ന എൻ്റെ സുഹൃത്തുക്കളിൽ കൂടുതൽ പേരും ഒരു 60 വയസ്സിന് മുകളിലുള്ളവരാണ്. റോട്ടറിയുടെ ഒരു ആവറേജ് പ്രായം തന്നെ ഏതാണ്ട് 55 വയസ്സാണ്. അപ്പോൾ ഒരു 40 മുതൽ ഏതാണ്ട് 75 വരെയുള്ളവർ ഇവിടെ ഉണ്ട്, ഏതാണ്ട് 80 വരെയുള്ളവരുണ്ട്. അപ്പോൾ എൻ്റെ പ്രായത്തിലുള്ള തലമുറ, ഏതാണ്ട് ഒരു 60 വയസ്സിന് മുകളിലുള്ള തലമുറ വിദേശയാത്ര എന്ന് പറയുമ്പോൾ ഓർക്കുക, ഭാഗ്യാന്വേഷികളായി, തൊഴിലന്വേഷികളായി പോയ യാത്രയല്ല, വിനോദത്തിന് വേണ്ടി വിദേശ സഞ്ചാരം എന്നുള്ളത് കേൾവി പോലുമില്ലാത്ത ഒരു സമയത്ത് എൻ്റെ തലമുറയിൽപ്പെട്ടവർ വിദേശ രാജ്യങ്ങളെ അറിഞ്ഞത്, വിദേശ സംസ്കാരങ്ങളെ അറിഞ്ഞത് മലയാളത്തിൻ്റെ പ്രിയ കഥാകാരൻ, മലയാളത്തിൻ്റെ പ്രശസ്ത സഞ്ചാര സാഹിത്യകാരൻ ശ്രീ SK പൊറ്റക്കാടിൻ്റെ ഒരു ദേശത്തിൻ്റെ കഥ ഉൾപ്പെടെയുള്ള കൃതികളിൽ കൂടിയാണ്. താൻ പിന്നിട്ട വഴിത്താരകളിലെ വഴിയോര കാഴ്ചകൾ വളരെ വർണ്ണാഭമായിട്ട് അദ്ദേഹം നമ്മുടെ മുന്നിൽ, വായനക്കാരുടെ മുന്നിൽ വരച്ചിട്ടു തന്നു. അങ്ങനെ മോസ്കോയും മനിലയും മലേഷ്യയും മലാവിയും അവിടുത്തെ ജനങ്ങളും അവിടുത്തെ സംസ്കാരവും അവിടുത്തെ ജീവിത രീതികളുമൊക്കെ അദ്ദേഹത്തിൻ്റെ അക്ഷരക്കൂട്ടുകളിലൂടെ നമ്മൾ തിരിച്ചറിഞ്ഞു. കാലം മാറി, ശ്രീ SK പൊറ്റക്കാട് കഥാവിശേഷനായി, പുതിയ കാലം വന്നു. നമ്മുടെ മുന്നിൽ
അവതരിച്ചു ഒരു പുതിയ SK പൊറ്റക്കാട് ശ്രീ സന്തോഷ് ജോർജ് കുളങ്ങര. പക്ഷെ കുറേയേറെ വ്യത്യസ്തനാണ് അദ്ദേഹം. ശ്രീ SK പൊറ്റക്കാട് വാക്കുകളിലൂടെ വിവരിച്ചു തന്ന വർണ്ണാഭമായ കാഴ്ചകളാണ് നാം കണ്ടതെങ്കിൽ ശ്രീ സന്തോഷ് ജോർജ് കുളങ്ങര ഏറെ മുന്നോട്ട് പോയിട്ട് അദ്ദേഹത്തിൻ്റെ ക്യാമറ കണ്ണുകളിലൂടെ അദ്ദേഹം താൻ പിന്നിട്ട വഴിത്താരകളിലെ വഴിയോര കാഴ്ചകൾ ഓരോന്നും ഒപ്പിയെടുത്തു. അത് വെറും വർണ്ണാഭം മാത്രമായിരുന്നില്ല, അതിന് പിന്നിലെ ജീവിത സത്യങ്ങൾ, ജീവിത സംസ്കാരം, ജീവിത രീതികൾ, സംസ്കൃതി, നാടൻ പാട്ടുകൾ, നാടൻ ശീലുകൾ എന്നിങ്ങനെ എല്ലാം അദ്ദേഹം നമ്മളുടെ മുന്നിൽ ഏറെ കൃത്യതയേറിയ അദ്ദേഹത്തിൻ്റെ വിവരണത്തോടും ഏറെ തെളിമയേറിയ വിവരണത്തോടും കൂടി നമ്മുടെ മുന്നിൽ വരച്ചിട്ട് തന്നു. മലയാളിയുടെ മാർക്കോ പോളോ എന്ന് ഞാൻ വിളിക്കാൻ ഇഷ്ടപ്പെടുന്ന ശ്രീ സന്തോഷ് ജോർജ് കുളങ്ങരയെ റോട്ടറി ഡിസ്ട്രിക്ട് 3211 ഡിസ്ട്രിക്ട് കോൺഫറൻസ് ചാകരയിലേക്ക് സുസ്വാഗതം ചെയ്യുന്നു നിങ്ങളുടെ ഓരോരുത്തരുടെയും പേരിൽ. അപ്പോൾ ഞങ്ങൾ ആദ്യമായി ചോദ്യത്തിലേക്ക് പോവുകയാണ്. ഞാനിവിടെ സ്റ്റോപ്പ് വാച്ച് ഓൺ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് നമ്മുടെ സമയത്തിനപ്പുറത്ത് പോകരുത് എന്നുള്ളത് കൊണ്ട് സ്റ്റോപ്പ് വാച്ച് ഓൺ ചെയ്തിട്ടുണ്ട്. അതുമാത്രമല്ല, അദ്ദേഹത്തെപ്പറ്റി കൂടുതൽ പറയുന്നതിൽ അത്ര താല്പര്യവുമുണ്ട് എന്നെനിക്ക് തോന്നുന്നില്ല. അതുകൊണ്ട് തന്നെ ഞാൻ ആദ്യമായിട്ട് ചോദ്യത്തിലേക്ക് പോവുകയാണ്. ഞാൻ താങ്കൾ തന്നെ പറയുന്നത് കേട്ടിട്ടുണ്ട്. ഒരു 4-5 കടമുറികളും സ്വന്തം പിതാവിൻ്റെ ഉടമസ്ഥതയിലുള്ള ഒരു പാരലൽ കോളേജും ഒരു കൊച്ചു സ്കൂളും ഒരു പോലീസ് സ്റ്റേഷനും ഉള്ള ഒരു നിന്നാണ് താങ്കൾ യാത്ര തുടങ്ങുന്നത് എന്ന്. എൻ്റെ ചോദ്യം എന്ന് പറയുന്നത്, വളരെ സാധാരണ ചെറിയ ചിന്തകളുള്ള ഒരു മനുഷ്യരുടെ ഇടയിൽ നിന്ന് താങ്കൾ ഈ മരങ്ങാട്ടുപള്ളി എന്ന ഗ്രാമത്തിൽ നിന്ന് ഇത്ര വലിയ ചിന്തകളും ഇത്ര വലിയ സ്വപ്നങ്ങളുമായിട്ട് എങ്ങനെയാണ് ഇത്രയും സ്വപ്നങ്ങളെ ഉൾക്കൊള്ളാൻ താങ്കൾക്ക് കഴിഞ്ഞത്? താങ്കളുടെ ഈ താങ്കൾ തന്നെ പറഞ്ഞിട്ടുണ്ട്, യാത്രയല്ല താങ്കളെ ഭ്രമിപ്പിച്ചിട്ടുള്ളത്, യാത്ര ദൃശ്യമാധ്യമ രംഗത്തേക്ക് വരാനുള്ള ഒരു ഉപാധി മാത്രമായിരുന്നുവെന്നും താങ്കൾ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനൊരു രംഗത്തേക്ക് വരാൻ, വളരെ മാത്സര്യമുള്ളൊരു രംഗത്തേക്ക് വരാൻ താങ്കൾക്ക് പ്രേരക ശക്തിയായത് ആരാണ്? അല്ലെങ്കിൽ താങ്കളെ ആ യാത്രയിൽ സ്വാധീനിച്ചിട്ടുള്ള ഏതെങ്കിലും റോൾ മോഡലുകളുണ്ടോ? ആദ്യം തന്നെ ഞാൻ ഒരു ക്ഷമാപണം നടത്തുകയാണ്. നിങ്ങൾ അതിഗംഭീരമായ ഒരു സംഗീത പരിപാടി ആസ്വദിച്ചുകൊണ്ടിരിക്കുന്നതിനിടയിൽ കയറി വന്ന് അതിനെ തടസ്സപ്പെടുത്തി നിങ്ങളുടെ സമയം നഷ്ടപ്പെടുത്തുകയാണെന്ന് എനിക്കറിയാം. അതുകൊണ്ട് ഏറ്റവും ബ്രീഫാകാൻ ഞാൻ ശ്രമിക്കാം. നിങ്ങളെ ഒട്ടും ഉപദ്രവിക്കാതെ ഈ പരിപാടികൾ അവസാനിപ്പിക്കാൻ ഞാൻ ശ്രമിക്കാം. അദ്ദേഹം ഈ ചോദിച്ച ചോദ്യത്തിൻ്റെ ഉത്തരം വളരെ സിമ്പിളാണ്. മരങ്ങാട്ടുപള്ളി എന്ന് പറയുന്ന ഒരു കുഗ്രാമമൊന്നുമല്ല. നമ്മൾ വളർന്ന പശ്ചാത്തലം, നമുക്ക് വെളിച്ചം പകർന്നു തന്ന ഗുരുക്കന്മാർ, നമ്മൾ വായിച്ചു വളർന്ന പുസ്തകങ്ങളുടെ കർത്താക്കളായ എഴുത്തുകാർ, ഇവരൊക്കെയാണ് നമ്മളിൽ ചിന്തകളും സ്വപ്നങ്ങളും ഉണ്ടാക്കുന്നത്. തീർച്ചയായും SK പൊറ്റക്കാട് ലോകം കാണാനുള്ള ഭ്രമം എല്ലാ മലയാളികളിലും കൊടുത്ത പോലെ എനിക്കും തന്നു. പക്ഷേ എൻ്റെ സ്വപ്നം ടെലിവിഷൻ അല്ലെങ്കിൽ വിഷ്വൽ മീഡിയ ആയിരുന്നതുകൊണ്ട് അതിനെ ട്രാവലുമായിട്ട് ക്ലബ് ചെയ്തു. പിന്നീട് തീർച്ചയായിട്ടും എൻ്റെ കുടുംബത്തിൽ തന്നെ എൻ്റെ പിതാവ് വളരെ വലിയ സ്വപ്നങ്ങൾ കാണുന്ന ഒരു മനുഷ്യനായിരുന്നു. അദ്ദേഹത്തിൻ്റെ പരിശീലനത്തിൽ വളർന്ന എനിക്ക് അതൊരു കുഗ്രാമമാണെന്നോ വലിയ ഗ്രാമമാണെന്നുള്ള വ്യത്യാസം ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ നമ്മളെ വളർത്തുന്ന ഒരു പശ്ചാത്തലം വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അങ്ങനെ ടെലിവിഷൻ പരിപാടികൾക്കിടയിൽ ടെലിവിഷനിൽ പുതിയ എന്ത് മാറ്റങ്ങൾ കൊണ്ടുവരാൻ കഴിയും, പുതിയ ആശയങ്ങൾ കൊണ്ടുവരാൻ കഴിയും എന്ന ചിന്തയിൽ നിന്ന് തന്നെയാണ് ശരിക്കും സഞ്ചാരം ഉണ്ടാകുന്നത്. ഇതൊക്കെ എനിക്കറിയാം, നിങ്ങളിൽ പലരും കേട്ടിട്ടുള്ള എൻ്റെ സഞ്ചാരിയുടെ ഡയറി ഗ്രൂപ്പിലൊക്കെ കേട്ടിട്ടുള്ള കഥകൾ തന്നെയാണ്. അപ്പോൾ അത്തരം ആവർത്തനങ്ങൾക്ക് വലിയ പ്രസക്തിയുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. ഓക്കെ, താങ്ക് യു. രണ്ടാമത്തെ ചോദ്യം എന്ന് പറയുന്നത്, ഈ അടുത്ത കാലത്ത് ഇന്ത്യ മുഴുവൻ സഞ്ചരിച്ച എൻ്റെ ഒരു സുഹൃത്ത് എന്നോട് പറഞ്ഞു, ഇന്ത്യയുടെ എല്ലാ സംസ്ഥാനങ്ങളിലും പൊതുവായി കാണാവുന്ന ഒരു കാര്യമെന്ന് പറയുന്നത് കൊതുകാണ്. മിക്കവാറും ഒരു 90% ഇന്ത്യയുടെ സംസ്ഥാനങ്ങളിൽ പോയാലും നമുക്ക് കൊതുകിനെ കാണാം. താങ്കൾ എൻ്റെ അറിവനുസരിച്ച് ഒരു 150-ലധികം രാജ്യങ്ങളിൽ സഞ്ചരിച്ചയാളാണ്. ചിലപ്പോൾ ഇപ്പോൾ അതിനേക്കാൾ കൂടുതലായിരിക്കും. ഈ താങ്കൾ സഞ്ചരിച്ച രാജ്യങ്ങളിലെല്ലാം പൊതുവായിട്ടുള്ളൊരു കോമൺ ട്രെയ്റ്റ്, ഒരു സ്വഭാവം താങ്കൾക്ക് ഈ വിദേശ രാജ്യങ്ങളിൽ ഇന്ത്യയിൽ നിന്ന് വ്യത്യസ്തമായിട്ട് കാണാൻ കഴിഞ്ഞത് എന്താണ്? ഈ വിദേശ രാജ്യങ്ങളിലൊക്കെ പൊതുവായിട്ടുള്ളതെന്ന് പറയുന്നത് മലയാളി തന്നെയാണ്. ഞാൻ പോയ മിക്കവാറും രാജ്യങ്ങളിൽ മലയാളിയുണ്ട്. നമ്മുടെ സംസ്ഥാനത്തിന്, കേരളത്തിന്
അനുകരിച്ച് നന്നാവാൻ പറ്റിയ ഏറ്റവും നല്ല ഒരു വിദേശ രാജ്യം ഏതാണ്? പല രാജ്യങ്ങളുണ്ട്. നമ്മൾ ചില കാര്യങ്ങൾക്ക്, ഉദാഹരണത്തിന് പൊതു സൗകര്യങ്ങൾ വികസിപ്പിക്കുന്നതിന് ചില രാജ്യങ്ങളെ മാതൃകയാക്കാം. നമ്മുടെ സിവിക് സെൻസ്, പൗരബോധം വളർത്തുന്ന വിദ്യാഭ്യാസം നൽകുന്നതിൽ മറ്റു ചില രാജ്യങ്ങളെ നമുക്ക് മാതൃകയാക്കാം. അങ്ങനെ ഏതെങ്കിലും ഒരു കാര്യത്തിന് ഒരു രാജ്യത്തെ മാത്രം എല്ലാ കാര്യത്തിനും നമുക്ക് ആശ്രയിക്കാനോ മാതൃകയാക്കാനോ കഴിയില്ല. അതാണ് വാസ്തവം. നമ്മൾ വളരെ മോശം രാജ്യമല്ല. സഞ്ചാരം ആരംഭിക്കുന്ന കാലത്ത് ഉള്ള ഇന്ത്യയല്ല, സഞ്ചാരം ആരംഭിക്കുന്ന കാലത്തുള്ള കേരളമല്ല ഇന്ന് ലോകത്തെ ടെക്നോളജി ഏറ്റവും പുതിയത് പുറത്തിറങ്ങുമ്പോൾ അതിനൊപ്പം നിൽക്കുന്ന ടെക്നോളജി നമ്മളുടെ ഓരോ മനുഷ്യൻ്റെയും കൈയിലേക്ക് തന്നെ എത്തിച്ചു തരുന്ന ഒരു രാജ്യത്താണ് നമ്മൾ ജീവിക്കുന്നത്. ഈ മൊബൈൽ ഫോണിൻ്റെ അനന്തമായ സാധ്യതകളിൽ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് എന്നത് നമ്മൾ കേൾക്കുകയല്ല, അനുഭവിക്കുകയാണിന്ന്. അത് ഈ ആലപ്പുഴയിൽ ഇരിക്കുന്ന നിങ്ങളും മരങ്ങാട്ടുള്ളിരിക്കുന്ന ഞാനും ആ AI-യുടെ സാധ്യതകൾ മുഴുവൻ ഉപയോഗപ്പെടുത്തുന്ന രീതിയിലേക്ക് നമ്മുടെ രാജ്യം വളർന്നു കഴിഞ്ഞു. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ സഞ്ചാരം തുടങ്ങിയ കാലത്ത് പറഞ്ഞ സ്റ്റേറ്റ്മെൻറ്റ്സ് എല്ലാം വെച്ച് ഇന്ന് അതേ ചോദ്യങ്ങൾ ആവർത്തിക്കുന്നതിൽ യാതൊരു അർത്ഥവുമില്ല. ഈ 2026-ൽ മറ്റൊരു കേരളവും മറ്റൊരു തലമുറയുമാണ് എന്നെ കേൾക്കുന്നതെന്നും കാണുന്നതെന്ന് എനിക്കറിയാം. ആ തലമുറ നമ്മൾ ആദ്യം പറഞ്ഞു തുടങ്ങിയതുപോലെ 60 വയസ്സുകാരൻ്റെയും 50 വയസ്സുകാരൻ്റെയും ചിന്താഗതിയിലല്ല, 15 വയസ്സുകാരൻ്റെ ചിന്തയിൽ നമ്മളെക്കാൾ ഉയർന്ന മനോഭാവവും അറിയാനുള്ള വ്യഗ്രതയും ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് മുതലേ ലോകത്ത് നടക്കുന്ന മാറ്റങ്ങൾ എന്താണെന്ന് തിരിച്ചറിയുന്ന ഒരു തലമുറയുമായി കഴിഞ്ഞ കേരളമാണിത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇനി ഒത്തിരി അധികം കോപ്പി അടിക്കേണ്ട ആവശ്യമുണ്ടാവില്ല. പക്ഷേ ഒറ്റ കാര്യം ഞാൻ എപ്പോഴും പറയാറുള്ളൊരു കാര്യം, സിവിക് സെൻസ് ഉള്ള, പൗരബോധമുള്ള ഒരു തലമുറ വന്നു കഴിയുമ്പോൾ ഈ ടെക്നോളജിയും ഈ മാറിയ ഇൻഫ്രാസ്ട്രക്ചറും ഒക്കെ ചേർന്ന് നാടിനെ മറ്റൊരു നാടാക്കി മാറ്റും. സിവിക് സെൻസും പൗരബോധവും ഉള്ള ഒരു സമൂഹത്തെ സൃഷ്ടിക്കലാണ് അത്യാവശ്യം. താങ്ക് യു. അതാണ് എനിക്ക് തോന്നുന്നത് ഏറ്റവും അദ്ദേഹത്തിൽ നിന്ന് നമുക്ക് കിട്ടുന്ന ഏറ്റവും നല്ല മെസ്സേജ് എന്ന് പറയുന്നത് സിവിക് സെൻസ് ആണ്. അതൊരു താങ്ക് യു സോ മച്ച് ഫോർ ദാറ്റ്. അതേപോലെ തന്നെ ഇപ്പോൾ ഈ വരുന്ന മെയ് 4-ാം തീയതി വോട്ട് എണ്ണിക്കഴിയുമ്പോൾ ഭരണ തുടർച്ചയാണോ പുതിയ മുഖ്യമന്ത്രിയാണോ എന്ന് നമുക്കറിയില്ല. പക്ഷേ ആര് മുഖ്യമന്ത്രിയായാലും താങ്കളുടെ ഇത്രയും ലോക കാഴ്ചകളും താങ്കളുടെ അനുഭവങ്ങളും വെച്ചിട്ട് ഇനി വരാൻ പോകുന്ന സത്യപ്രതിജ്ഞ ചെയ്യാൻ പോകുന്ന മുഖ്യമന്ത്രിക്ക് കേരളത്തിൽ ഏറ്റവും നല്ല ഒരു മാറ്റം ഞാൻ അറിയുന്നത്, താങ്കൾ 2001 മുതൽ 2021 മുതലാണ് പ്ലാനിംഗ് ബോർഡിൽ അംഗമായിരിക്കുന്നത്. പ്ലാനിംഗ് ബോർഡിൽ അംഗമായിരിക്കുന്നു. അപ്പോൾ പ്ലാനിംഗ് ബോർഡ് അംഗം എന്നുള്ള നിലയിൽ ഈ പുതിയ വരാൻ പോകുന്ന മുഖ്യമന്ത്രി ആരായിരുന്നാലും എന്തായിരിക്കും അദ്ദേഹത്തോട് താങ്കളുടെ ഈ അനുഭവ കാഴ്ചകളിൽ നിന്നുള്ള താങ്കളുടെ കേരളത്തെ നന്നാക്കാനുള്ള ഉപദേശം? എനിക്ക് ഒരു കാര്യമേ അദ്ദേഹത്തോട് പറയാനുള്ളൂ. നമ്മുടെ അടുത്ത തലമുറയ്ക്ക് ഈ നാട് വിട്ടു പോകണമെന്ന് തോന്നാത്ത രീതിയിൽ ഈ നാടിനെ മാറ്റണം. നമ്മുടെ മക്കൾക്ക് ഈ രാജ്യം ഉപേക്ഷിച്ച് പോയി അന്യനാട്ടിൽ പോയി പണിയെടുക്കേണ്ട ഗതികേട് ഇല്ലാതാക്കണം. അത് മാത്രമേ ആവശ്യപ്പെടാനുള്ളൂ. ഓക്കെ, നമ്മൾ താങ്കളുടെ ബഹിരാകാശ യാത്രയെപ്പറ്റി കുറേ കേട്ടിട്ടുണ്ട്. വിർജിൻ ഗലാക്റ്റിക്സുമായി താങ്കൾ കരാറിൽ ഏർപ്പെട്ടു, സർ റിച്ചർഡ് ബ്രാൻസണുമായി കരാറിൽ ഏർപ്പെട്ടു. അദ്ദേഹത്തെ ലോകം തന്നെ അത് കാണുന്നത് കുറേ എക്സെൻട്രിസിറ്റീസ് ഉള്ള ഒരു ലീഡറായിട്ടാണ്. അപ്പോൾ അതിൻ്റെ ഇപ്പോഴത്തെ അവസ്ഥ എന്താണ്? താങ്കളുടെ ബഹിരാകാശ യാത്രയുടെ ഇപ്പോഴത്തെ സ്റ്റാറ്റസ് എന്താണ്? ഉടനെ എങ്ങാനും പോകാൻ സാധിക്കുമോ? അതല്ലെങ്കിൽ താങ്കൾ മറ്റെന്തെങ്കിലും ഒരു കമ്പനികളുമായി കരാറിൽ എത്തിയിട്ടുണ്ടോ? എന്താണെന്നൊന്ന് അറിഞ്ഞാൽ കൊള്ളാം എന്നുള്ളത് ഞങ്ങളുടെ റൂട്ടേറിയൻസിൻ്റെ ആകാംക്ഷയുണ്ട്. ബഹിരാകാശ യാത്രയുടെ ഒരുക്കങ്ങൾ ഞാൻ തന്നെ വളരെ പല ഘട്ടങ്ങൾ പിന്നിട്ട് കഴിഞ്ഞു. പക്ഷേ പ്രതീക്ഷിച്ചതിനേക്കാൾ വളരെ കൂടുതൽ ഡിലേയിലാവാനുള്ള 2-3 കാരണങ്ങളിൽ ഒന്ന് ആ സാങ്കേതിക വിദ്യയിലുണ്ടായ മാറ്റമാണ്. നമുക്കറിയാം, ഈ അടുത്ത കാലത്ത് നാസയുടെ ഏറ്റവും ആധുനികമായ ഏറ്റവും അവസാനത്തെ ടെക്നോളജി ഉപയോഗിച്ചുള്ള യാത്രയിൽ സുനിത വില്യംസ് ബഹിരാകാശത്ത് ചെന്നിട്ട് തിരിച്ചു വരാൻ ഏകദേശം 9 മാസത്തോളം, ഒരാഴ്ച കഴിഞ്ഞ് വരാൻ പോയ സുനിത വില്യംസാണ്. ഈ ബഹിരാകാശ യാത്ര എന്ന് പറയുന്നത് വലിയ വെല്ലുവിളികളുള്ളൊരു യാത്രയാണ്. നമ്മൾ വിമാനത്തിലൊരു യാത്ര ചെയ്യുന്നതുമായിട്ടോ ട്രെയിനിൽ യാത്ര ചെയ്യുന്നതുമായിട്ടോ കാർ യാത്രയായിട്ടുള്ള ആയിട്ട് നമുക്ക് ബഹിരാകാശം എന്ന ശൂന്യാകാശം എന്ന ഗ്രാവിറ്റി ഇല്ലാത്ത, ഓക്സിജൻ ഇല്ലാത്ത, വായുവില്ലാത്ത, നമുക്കിവിടെ നിന്ന് കമാൻഡുകൾ കൊണ്ട് മാത്രം നിയന്ത്രിക്കാൻ കഴിയുന്ന വാഹനങ്ങളിലുള്ള യാത്രയും സുരക്ഷിതമായ മടക്കയാത്രയും കാണാൻ കഴിയില്ല. അവിടെ വേണ്ടി വരുന്ന ചില സാങ്കേതിക പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെടാതെ ഡിലേ ആകുന്നു. ഉദാഹരണം പറഞ്ഞാൽ
ഒരു വലിയ ആക്സിഡൻ്റ് ഉണ്ടായി ഈ ഞങ്ങൾ യാത്ര ചെയ്യേണ്ട ബഹിരാകാശ വാഹനത്തിൻ്റെ ടെസ്റ്റ് ഫ്ലൈറ്റുകൾക്കിടയിൽ. അതിൻ്റെ പ്രശ്നം ഫിക്സ് ചെയ്ത് വീണ്ടും ഫെഡറൽ ഏവിയേഷൻ അഡ്മിനിസ്ട്രേഷൻ്റെ പെർമിഷനോടുകൂടി ടെസ്റ്റ് ഫ്ലൈറ്റുകൾ വീണ്ടും ആരംഭിച്ച് പ്രവർത്തനം നടക്കുകയാണ്. നമുക്കറിയാം ആ കൂടെ തന്നെ അതിനുശേഷം പ്രവർത്തനം ആരംഭിച്ചാണ് ജെഫ് ബെസോസിൻ്റെ ബ്ലൂ ഓറിജിനൊക്കെ പോലുള്ള ബഹിരാകാശ ദൗത്യങ്ങളും. അവരും ആദ്യത്തെ 1-2 ഫ്ലൈറ്റിന് ശേഷം അതും ഡിലേഡ് ആയിരിക്കുകയാണ്. ഡിലേഡ് ആകാൻ കാരണം ഇതാണ്, മാൻഡ് വെഹിക്കിൾ മനുഷ്യനുമായിട്ടുള്ള യാത്രകൾ നടത്താൻ ഈ കമ്പനികളൊക്കെ സജ്ജമായാലും ഫെഡറൽ ഏവിയേഷൻ അഡ്മിനിസ്ട്രേഷൻ എന്ന് പറയുന്ന ബഹിരാകാശത്തെയും ആകാശത്തെയും വാഹനങ്ങളെ എല്ലാം നിയന്ത്രിക്കുന്ന അമേരിക്കയിലുള്ള അഡ്മിനിസ്ട്രേറ്റീവ് സിസ്റ്റം അവരുടെ പൂർണ്ണമായ അനുമതി, അതിലെ ഓരോ നിസ്സാര കാര്യങ്ങളിലുമുള്ള അനുമതി ലഭിച്ചതിന് ശേഷം മാത്രമേ ആരംഭിക്കാൻ കഴിയൂ. അത് ഏതാണ്ട് അവസാന ഘട്ടത്തിലെത്തി എന്ന് തന്നെയാണ് 2 മാസം മുമ്പ് ഞങ്ങൾ സിംഗപ്പൂരുണ്ടായിരുന്ന ഒത്തുചേരലിൽ കമ്പനിയുമായിട്ടുള്ള മീറ്റിങ്ങിൽ ഞങ്ങൾക്ക് കിട്ടിയിരിക്കുന്ന വിവരം. താങ്ക് യു. താങ്കൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ 150-ലധികം രാജ്യങ്ങൾ സന്ദർശിച്ചിട്ടുണ്ട്. ഈ റോട്ടറി ഇൻ്റർനാഷണൽ ഞങ്ങൾ പ്രതിനിധാനം ചെയ്യുന്ന ഞങ്ങളുടെ പ്രസ്ഥാനം ലോകത്തിലെ ഏതാണ്ട് 240-ലധികം രാജ്യങ്ങളിൽ സാന്നിധ്യമുള്ളൊരു സംഘടനയാണ്. താങ്കളുടെ ഈ 150-ലധികം രാജ്യങ്ങളിലുള്ള യാത്രയിൽ എവിടെങ്കിലും താങ്കൾക്ക് ഈ റോട്ടറി എന്ന ബ്രാൻഡ്, റോട്ടറി എന്ന പ്രസ്ഥാനത്തിനെ അറിയാൻ സാധിച്ചിട്ടുണ്ടോ? അതിൻ്റെ എന്തെങ്കിലും ഒരു സേവന പരിപാടി അനുഭവിച്ചറിയാൻ സാധിച്ചിട്ടുണ്ട്? റോട്ടറി എത്ര രാജ്യത്താണ് ഉള്ളത്? റോട്ടറി 240 രാജ്യങ്ങളിലുണ്ട്, 40-ലധികമുണ്ട്. ഈ റോട്ടറിക്കാർ ഇച്ചിരി തള്ളൂ എന്നുള്ളതേ ഉള്ളൂ. 196 രാജ്യമേ ലോകത്തുള്ളൂ. അത് സാരമില്ല. പല രാജ്യത്തും ഈ ചക്രം ഞാൻ കണ്ടിട്ടുണ്ട്. പല രാജ്യങ്ങളിലും, ഇപ്പം ജപ്പാൻ മുതൽ, ജപ്പാനിലൊക്കെയാണ് ഇത് ഏറ്റവും പ്രകടം വിസിബിൾ ആവുന്നത്. പല പട്ടണങ്ങളിലും റോട്ടറിയുടെ ചിഹ്നങ്ങൾ കണ്ടിട്ടുണ്ട്. ലോകത്തെ മിക്കവാറും രാജ്യങ്ങളിലൂടെ സഞ്ചരിക്കുമ്പോൾ എവിടെയെങ്കിലുമൊക്കെ റോട്ടറിയുടെ പ്രസ്ഥാനങ്ങൾ ഞാൻ കണ്ടിട്ടുണ്ട്. ഈ അവരുടെ പ്രവർത്തനങ്ങളെ സൂചിപ്പിക്കുന്ന ബോർഡുകൾ ചില ദരിദ്ര രാജ്യങ്ങളിലേക്ക്, ആഫ്രിക്കൻ രാജ്യങ്ങളിലേക്ക് ചെന്ന് കഴിയുമ്പോൾ അവിടുത്തെ ചില ഗ്രാമങ്ങളെ ആകെ സ്പോൺസർ ചെയ്തിരിക്കുന്നതിൻ്റെ ബോർഡുകളൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട്. ഇപ്പോൾ റോട്ടറിയുടെ പ്രവർത്തനം ലോകത്തെവിടെയും അങ്ങ് ജപ്പാൻ മുതൽ അലാസ്ക വരെയുള്ള പ്രദേശങ്ങളിൽ സഞ്ചരിക്കുമ്പോൾ ഞാൻ കണ്ടിട്ടുണ്ട്. അത് 240 ഇല്ല എന്നുള്ളത് മാത്രം ഓർത്താൽ മതി, ബാക്കിയെല്ലാം കറക്റ്റാണ്. അപ്പോൾ 240 ഇല്ല എന്നുള്ളത് സ്ഥിരമായി പറയുന്നത് വ്യക്തമല്ല എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കുക. ഓക്കെ, അടുത്ത ഒരു ചോദ്യം. താങ്കൾ 2021 മുതൽ സ്റ്റേറ്റ് പ്ലാനിംഗ് ബോർഡ് അംഗമാണ്. സ്റ്റേറ്റ് പ്ലാനിംഗ് ബോർഡ് അംഗം കേരള ഗവൺമെൻറ് അങ്ങേ ആക്കിയത് അങ്ങയുടെ അനുഭവ പാരമ്പര്യം, അങ്ങയുടെ യാത്രയിൽ നിന്ന് കിട്ടിയ അനുഭവങ്ങൾ, അങ്ങയുടെ അറിവൊക്കെ ഉപയോഗപ്പെടുത്താൻ വേണ്ടിയാണ്. താങ്കളുടെ അറിവ് ഉപയോഗപ്പെടുത്തിക്കൊണ്ട് കേരള സംസ്ഥാനത്ത് അങ്ങയുടെ വ്യക്തിഗത സംഭാവന എന്നുള്ള നിലയ്ക്ക് എന്തെങ്കിലും മാറ്റം കേരള സംസ്ഥാനത്ത് ഉണ്ടാക്കാൻ സാധിച്ചിട്ടുണ്ടോ? അങ്ങനെ ഉണ്ടെങ്കിൽ എന്ത് മാറ്റമാണ് ഉണ്ടാക്കാൻ സാധിച്ചത്? പ്ലാനിംഗ് ബോർഡ് മെമ്പർ എന്ന് പറയുന്നത് ഒരു മന്ത്രിയെ പോലെ ഒരു വകുപ്പിൻ്റെ സ്വതന്ത്ര ചുമതലയുള്ള ഒരു ഭരണാധികാരിയല്ല. ആ പല വകുപ്പുകൾക്ക് വേണ്ട അവർ കൊണ്ടുവരുന്ന ഒരു ജനാധിപത്യ രാജ്യത്ത് ജനപ്രതിനിധികളും മന്ത്രിമാരുമാണ് തീരുമാനങ്ങൾ എടുക്കുന്നത്. കാരണം ജനം അതേ ആഗ്രഹിക്കുന്നുള്ളൂ, ജനങ്ങളതാണ് ആഗ്രഹിക്കുന്നത്. അവർ പ്രപ്പോസ് ചെയ്യുന്ന പ്രോജക്റ്റുകളുടെ ഗുണദോഷങ്ങൾ പഠിക്കുകയും അതിൽ നിർദ്ദേശങ്ങൾ കൊടുക്കുകയും കൂടുതലായ മാറ്റങ്ങൾക്കുള്ള സജഷൻസ് നിർദ്ദേശിക്കുകയും അത് കൂടുതൽ മെച്ചപ്പെട്ട രീതിയിൽ അവതരിപ്പിക്കാൻ കഴിയുന്ന ആഗോളമായ ആശയങ്ങൾ കൂടി ചേർത്ത് അതിനെ കുറച്ചുകൂടെ ഇംപ്രവൈസ് ചെയ്യാനുള്ള ചിന്തകൾ കൊടുക്കുകയും ചെയ്യുന്ന ഒരു ബോഡിയാണ് ശരിക്കും പറഞ്ഞാൽ പ്ലാനിംഗ് ബോർഡ്. അതുകൂടാതെ സ്റ്റേറ്റിൻ്റെ ബഡ്ജറ്റ് പ്രിപ്പയർ ചെയ്യുമ്പോൾ ഓരോ വർഷവും ഈ പ്ലാനിംഗ് ബോർഡ് അംഗങ്ങളും പ്ലാനിംഗ് ബോർഡിൻ്റെ ഉദ്യോഗസ്ഥരും ഒക്കെ ചേർന്നാണ് അതിനെ അപഗ്രഥിച്ച് അത് ശരിക്കും പറഞ്ഞാൽ അത് ഫീസിബിൾ ആകുന്ന രീതിയിൽ, അല്ലെങ്കിൽ അത് ചരിത്രവും പഠിച്ച് ഭാവിയെ സാധ്യതകളെ മുന്നിൽ കണ്ട് അതിനെ പ്രിപ്പയർ ചെയ്യാൻ ധനകാര്യ വകുപ്പിനെ സഹായിക്കുന്ന ഏജൻസി. അപ്പോൾ ഇത്തരത്തിലുള്ളൊരു പ്രവർത്തനമാണ് പ്ലാനിംഗ് ബോർഡ് ചെയ്യുന്നത്. പ്ലാനിംഗ് ബോർഡ് അല്ലാതെ മുമ്പിൽ നിന്ന് ഒരു മന്ത്രിക്ക് പകരമോ ഒരു രാഷ്ട്രീയ നേതാവിന് പകരമോ ഒരു ജനപ്രതിനിധിക്ക് പകരമോ ജോലി ചെയ്യുന്ന എൻ്റേതാണ് ഈ പദ്ധതി എന്ന് അവകാശപ്പെടാൻ കഴിയുന്ന രീതിയിൽ പദ്ധതികളുടെ എല്ലാം പുതൃത്വം ഏറ്റെടുക്കുന്ന ഒരു ജോലിയല്ല പ്ലാനിംഗ് ബോർഡിൻ്റേത്. പ്ലാനിംഗ് ബോർഡ് ഒരു അഡ്വൈസറി ബോഡിയാണ്. അത് കേരളത്തിൽ ഈ കഴിഞ്ഞ 5 വർഷം നടന്നിരിക്കുന്ന എല്ലാ വികസന പ്രവർത്തനങ്ങളും പ്ലാനിംഗ് ബോർഡിൽ വന്ന് പ്ലാനിംഗ് ബോർഡിൽ ചർച്ച ചെയ്ത് പ്ലാനിംഗ് ബോർഡിലൂടെ കടന്നുപോയ പദ്ധതികളാണ്. ഓക്കെ, അതിനനുബന്ധമായി ചോദിക്കുന്നുള്ളൂ. നമ്മൾ ആദ്യം വി ഹാവ് സ്റ്റാർട്ടഡ് എസ് ഗോഡ്സ് ഓൺ കൺട്രി, പിന്നെ റെസ്പോൺസിബിൾ ടൂറിസം. പക്ഷേ ഇപ്പോൾ നമ്മുടെ കേരളത്തിൽ നമ്മൾ കാണുന്നത്, പണ്ട് നമുക്ക് വിദേശ സഞ്ചാരികൾ അധികമായി വന്നിരുന്നെങ്കിൽ
ഇന്ന് നമ്മളുടെ മുന്നിൽ വരുന്നത് കൂടുതലും ഡൊമസ്റ്റിക് ടൂറിസ്റ്റാണ്. കുറേയേറെ വിദേശ മലയാളികൾ തന്നെ യാത്ര ചെയ്ത് ഇവിടെ വരുന്നു, അല്ലെങ്കിൽ നോർത്ത് ഇന്ത്യൻസ് വരുന്നു. എന്തുകൊണ്ട്, അല്ലെങ്കിൽ എങ്ങനെ നമുക്ക് ഈ വിദേശ സഞ്ചാരികളെ കൂടുതലായി ഇവിടേക്ക് ആകർഷിക്കാം, അല്ലെങ്കിൽ എന്ത് USP ആണ് നമ്മൾ അവരുടെ മുന്നിൽ നമ്മൾ വെച്ചു കൊടുക്കേണ്ടത്? എങ്ങനെ കേരളത്തെ ഒരു ഇൻ്റർനാഷണൽ, ഒരു ആഗോള ടൂറിസം മോഡലായിട്ട് നമുക്ക് ഉയർത്തിക്കൊണ്ടുവരാൻ സാധിക്കും? താങ്കളുടെ നിർദ്ദേശം. കേരളത്തിൽ നമുക്കറിയാം, വിദേശ ടൂറിസ്റ്റുകൾ എത്താൻ തടസ്സമായി നിൽക്കുന്ന കുറേ ഘടകങ്ങളുണ്ട്. ഒന്നാമത്തെ കാര്യം, യൂറോപ്പിൽ നിന്നോ അമേരിക്കയിൽ നിന്നൊക്കെ ടൂറിസ്റ്റുകൾ വരുമ്പോൾ അവർ ഇവിടേക്ക് എത്താൻ വേണ്ടി സ്പെൻഡ് ചെയ്യേണ്ടി വരുന്ന സമയത്തിനും പണത്തിനും വലിയ കൂടുതലാണത്. ഉദാഹരണം പറഞ്ഞാൽ, ബാലി ദ്വീപിലേക്ക് വരുന്ന ടൂറിസ്റ്റുകളിൽ വലിയൊരു ശതമാനം വരുന്നത് ഓസ്ട്രേലിയയിൽ നിന്നാണ്. ഓസ്ട്രേലിയയുടെ വളരെ അടുത്താണ്. അവർക്ക് ചെറിയ പൈസ, ചെറിയ ഡോളറുകൾ മുടക്കി കഴിഞ്ഞാൽ അവർക്ക് അവിടെ വരാനുള്ള ഫ്ലൈറ്റ് സർവീസുകളുണ്ട്, ബജറ്റ് എയർലൈനുകളുണ്ട്. എന്നാൽ നമുക്ക് യൂറോപ്പിൽ നിന്ന് നമുക്കറിയാം, ഇവിടേക്ക് വരാൻ ഒരു ദിവസം ഇങ്ങോട്ട് വരാൻ വേണം, ഒരു ദിവസം അങ്ങോട്ട് പോകാൻ വേണം. കോവിഡിന് ശേഷം സംഭവിച്ച ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, മനുഷ്യർ പഴയത്ര ലിബറലായിട്ട് പണം മുടക്കാൻ കഴിയുന്ന ഒരു സാഹചര്യമല്ല എന്ന് പലപ്പോഴും വിദേശ രാജ്യങ്ങൾ, അവർ വളരെ കൺട്രോൾഡായിട്ട് പണം മുടക്കാൻ തുടങ്ങിയിട്ടുണ്ട്. ഒന്ന്. രണ്ടാമത്തെ കാര്യം, ഡെസ്റ്റിനേഷനുകൾ, എക്സ്ക്ലൂസീവായ ഡെസ്റ്റിനേഷനുകളിലേക്ക് മാത്രം അവർ പോകാൻ തുടങ്ങി. ആഫ്രിക്ക, അതുപോലെ അൺഎക്സ്പ്ലോർഡ് ആയ മേഖലകൾ അവർ കണ്ടെത്താൻ തുടങ്ങി. അവിടെയും കേരളത്തെ ആ മട്ടിൽ രൂപപ്പെടുത്തുന്നതിൽ നമുക്ക് കുറേ പരാജയം ഉണ്ടായിട്ടുണ്ട്. കേരളത്തിൽ നമുക്കറിയാം, ബാക്ക് വാട്ടേഴ്സും ഹിൽ സ്റ്റേഷൻസും ഒക്കെ നമ്മൾ ഹൈലൈറ്റ് ചെയ്യുമ്പോൾ കേരളത്തിൻ്റെ ജീവിതം, കേരളത്തിൻ്റെ യുണീക്കായ ഭൂപ്രകൃതി, കാർഷിക മേഖല, നമ്മളെ ആയുർവേദം പോലുള്ള കാര്യങ്ങളെയാണ് കേരളത്തിൽ മാത്രം ഒരു വിദേശ സഞ്ചാരിക്ക് ആസ്വദിക്കാൻ കഴിയുന്നവയെ ഷോക്കേസ് ചെയ്യുന്ന പുതിയൊരു ടൂറിസം കൾച്ചർ ഉണ്ടാവുകയും അത് പ്രോപ്പറായിട്ട് മാർക്കറ്റ് ചെയ്യുകയും ചെയ്യുമ്പോൾ ഭാവിയിൽ കൂടുതൽ പാശ്ചാത്യരായ സഞ്ചാരികളെത്തും. തീർച്ചയായും. കാരണം ഡൊമസ്റ്റിക് ടൂറിസ്റ്റുകൾ ഇപ്പോഴും കേരളത്തിൽ വരുന്നത് മൂന്നാർ ആസ്വദിക്കുക, അല്ലെങ്കിൽ ആലപ്പുഴയുടെ ഹൗസ് ബോട്ടുകൾ, ഇതൊക്കെയാണ് അവരുടെ പ്രധാന ഡെസ്റ്റിനേഷൻ. ഇപ്പോഴും നോർത്ത് ഇന്ത്യയിൽ നിന്ന് വരുന്ന ഒരു സർക്യൂട്ട് എന്ന് പറയുന്നത് കൊച്ചി വന്നിറങ്ങുക, മൂന്നാറിൽ പോവുക, തേക്കടി പോവുക, പിന്നെ ആലപ്പുഴ വരിക, ചിലപ്പോൾ കൊച്ചിയിൽ നിന്ന് അല്ലെങ്കിൽ വർക്കല വഴി തിരുവനന്തപുരത്ത് നിന്ന് തിരിച്ചു പോവുക. ഇതാണ് വലിയൊരു ശതമാനം നടക്കുന്നത്. വടക്കൻ കേരളത്തിൽ വരുന്നത്, വയനാട്ടിലേക്ക് വരുന്നത്, ബാംഗ്ലൂരിൽ നിന്നുമൊക്കെയുള്ള IT പ്രദേശത്തു നിന്നുള്ള ആളുകളാണ് കൂടുതൽ വരുന്നത്. ഇതാണ് ഒരു 80% ടൂറിസത്തിൻ്റെ ഒരു സ്വഭാവം. ഇതിനെ ബ്രേക്ക് ചെയ്യാൻ ആയുർവേദം പോലുള്ള കുറേ പ്രോഡക്ട്സ് പാശ്ചാത്യരായ ടൂറിസ്റ്റുകളെ, വിദേശികളായ ടൂറിസ്റ്റുകളെ ആകർഷിക്കുന്നുണ്ടെങ്കിലും കേരളത്തിൻ്റെ ഉൾനാടുകളിലെ ജീവിതം, നമ്മുടെ ഉത്സവങ്ങൾ, നമ്മുടെ ഭക്ഷണ വൈവിധ്യം, നമ്മുടെ സാംസ്കാരിക വൈവിധ്യം, നമ്മുടെ കാർഷിക ജീവിതം, ഇതിനെയൊന്നും വേണ്ട രീതിയിൽ കൃത്യമായൊരു ടൂറിസം പ്രോഡക്റ്റ് ആക്കിയിട്ടില്ല. ബാലി പോലുള്ള രാജ്യങ്ങൾ, ബാലി പോലുള്ള പ്രദേശങ്ങൾ, അല്ലെങ്കിൽ തായ്ലൻഡ് പോലുള്ള പ്രദേശങ്ങളുടെ ഉൾനാടുകളിൽ ഒക്കെ അവിടുത്തെ സംസ്കാരത്തെയും ജീവിതത്തെയും കൂടെ ഇവർക്ക് പാക്കേജ് ചെയ്യുന്നുണ്ട്. ആ രീതിയിലേക്കുള്ളൊരു മാറ്റം വന്നു കഴിഞ്ഞെങ്കിൽ മാത്രമേ വിദേശികൾ ഇവിടേക്ക് കൂടുതലായിട്ട് എത്തുള്ളൂ. അതോടൊപ്പം തന്നെ താങ്കളോട് നമ്മൾ ഏകദേശം 19 മിനിറ്റ് 28 സെക്കൻഡേ ആയുള്ളൂ. ഇനിയൊരു 6-7 മിനിറ്റ് കൂടെ നമുക്കുണ്ട്. അപ്പോൾ ചോദിക്കുന്നു, താങ്കൾക്ക് ഇനി ഒരിക്കലും പോകരുതെന്ന് ആഗ്രഹമുള്ള ഒരു സ്ഥലം ഏതാണ്? താങ്കൾ സന്ദർശിച്ച സ്ഥലത്തിൽ ഇനി ഒരിക്കലും ഞാൻ ആ രാജ്യത്തേക്ക് പോകില്ല എന്ന് താങ്കളുടെ അനുഭവം കൊണ്ട് പഠിപ്പിച്ച ഏതെങ്കിലും ഒരു രാജ്യമുണ്ടോ? ഇല്ല, അങ്ങനെ ഒരു രാജ്യവും ഇല്ല. ഇല്ല. അത് രണ്ട് കാരണങ്ങളാണ്. ഒന്ന്, ആ നാട്ടുകാരുമായിട്ട് നമുക്ക് എന്തെങ്കിലും അഭിപ്രായ വ്യത്യാസം ഉണ്ടാകുമ്പോഴാണല്ലോ ഇനി അങ്ങ് വരില്ല എന്ന് തീരുമാനിക്കുന്നത്. അല്ലെങ്കിൽ നമ്മൾ എന്തെങ്കിലും കുരുത്തക്കേട് കാണിച്ചിട്ട് ഇങ്ങോട്ട് വരുമ്പോഴാണ് നമുക്ക് പിന്നെ അങ്ങോട്ട് പോകാൻ പറ്റില്ല എന്ന് തീരുമാനം ഉണ്ടാകുന്നത്. ഇത് രണ്ടും ഉണ്ടായിട്ടില്ല എൻ്റെ കാര്യത്തിൽ. താങ്ക് യു. അടുത്തൊരു ചോദ്യം ഞാൻ പണ്ട് കേട്ടിട്ടുള്ളൊരു രസകരമായ കഥയാണ്. 1961 ആദ്യത്തെ ബഹിരാകാശ യാത്രികൻ യൂറി ഗഗാറിൻ ബഹിരാകാശ യാത്ര കഴിഞ്ഞ് തിരിച്ചെത്തിയപ്പോൾ അദ്ദേഹത്തിൻ്റെ 2 പേര് വിരുന്നിന് വിളിച്ചു. ആദ്യം വിളിച്ചത് അന്നത്തെ മാർപ്പാപ്പയാണ്, രണ്ടാമത് വിളിച്ചത് അന്നത്തെ റഷ്യൻ പ്രീമിയർ നികിത ക്രൂഷ്ചേവാണ്. മാർപ്പാപ്പ ഡിന്നറിന് വിളിച്ചതിന് ശേഷം അത്താഴമൊക്കെ കഴിഞ്ഞിട്ട് അദ്ദേഹത്തിൻ്റെ പേപ്പൽ ചേംബറിലേക്ക് വിളിച്ചിട്ട് സ്വകാര്യമായി ചോദിച്ചു, യൂറി, താങ്കളുടെ ബഹിരാകാശ യാത്രയിൽ എവിടെങ്കിലും താങ്കൾ ദൈവത്തെ കണ്ടിരുന്നോ? അപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഇല്ല, ഞാൻ ഒരിക്കലും കണ്ടില്ല. അപ്പോൾ പോപ്പ് പറഞ്ഞതായിട്ടാണ് പറയുന്നത്, കാണില്ല എന്നെനിക്കറിയാമായിരുന്നു, നമ്മളൊക്കെ ക്രിസ്ത്യാനികളല്ലേ, പുറത്തു പറയാൻ പറ്റുമോ എന്ന് ചോദിച്ചു. വീണ്ടും അടുത്തയാഴ്ച അദ്ദേഹത്തെ വിളിച്ചത് നികിത ക്രൂഷ്ചേവാണ്. അദ്ദേഹവും ഇതേ ചോദ്യം സ്വകാര്യമായി അദ്ദേഹത്തോട് ചോദിച്ചു, യൂറി, താങ്കളുടെ യാത്രയിൽ എവിടെങ്കിലും ദൈവത്തെ കണ്ടിരുന്നോ? അപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഞാൻ കണ്ടിരുന്നു, കാണും എന്നെനിക്കറിയാമായിരുന്നു, പക്ഷെ പുറത്തു പറയാൻ പറ്റുമോ, നമ്മളൊക്കെ കമ്മ്യൂണിസ്റ്റുകളല്ലേ. ഈ
പശ്ചാത്തലത്തിൽ നിന്നുകൊണ്ട് ഞാൻ താങ്കളോട് ചോദിക്കുകയാണ്, താങ്കളുടെ യാത്രയിൽ എവിടെങ്കിലും ദൈവത്തെ കാണാൻ, ദൈവത്തെ മനുഷ്യരുടെ രൂപത്തിലെങ്കിലും തിരിച്ചറിയാൻ കഴിഞ്ഞിട്ടുണ്ടോ ഏതെങ്കിലും യാത്രയിൽ? നമ്മുടെ എല്ലാ യാത്രകളിലും ദൈവങ്ങൾ നമ്മുടെ മുമ്പിൽ പ്രത്യക്ഷപ്പെടാറുണ്ട് പല രൂപത്തിൽ. അത് ഓരോ രാജ്യത്തും വെച്ച് കാണാറുണ്ട്. കേരളത്തിലൂടെ സഞ്ചരിക്കുമ്പോഴും നിത്യജീവിതത്തിലൊക്കെ നമ്മുടെ മുമ്പിൽ ദൈവം പ്രത്യക്ഷപ്പെടാറുണ്ട്. എൻ്റെ മുമ്പിലിരിക്കുന്ന നിങ്ങളും ദൈവത്തെ പോലെ ഞാൻ കാണുന്നു, നിങ്ങളിലും എന്നിലും ദൈവം ഉണ്ടെന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. അല്ലാതെ ദൈവം എന്ന് പറയുന്നത് ഒരു മൂർത്തിയായി, വിഗ്രഹമായി ഒരു കോവിലിനകത്തിരിക്കുന്നതാണെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. എല്ലാ മനുഷ്യനിലുമുള്ള ഒരു ചൈതന്യത്തെയാണ് ഞാൻ ദൈവം എന്ന് വിശ്വസിക്കുന്നത്. താങ്ക് യു. അത് തന്നെയാണ് റോട്ടറിയും വിശ്വസിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് രണ്ടാമത്തെ ഒരു കാര്യം, ഇവിടെ ഇരിക്കുന്ന ഭൂരിഭാഗം പേരും സ്ഥിരമായി വിദേശയാത്രകൾ നടത്തുന്നവരാണ്. അപ്പോൾ ഈ യാത്രകൾ പോകുന്നവർ ഉറപ്പായിട്ടും, ഞാനിത് ഇവർക്ക് വേണ്ടി ചോദിക്കുന്നതാണ്, ഉറപ്പായിട്ടും സന്ദർശിക്കേണ്ട ഒരു 3 രാജ്യങ്ങൾ, അതവർക്ക് അറിവ് പകരുന്നതായിരിക്കാം, പുതിയൊരു അനുഭവം കൊടുക്കുന്നതായിരിക്കാം, അവർക്ക് താങ്കൾക്ക് നിർദ്ദേശിക്കാവുന്ന ഒരു 3 രാജ്യങ്ങൾ അല്ലെങ്കിൽ 3 വിനോദസഞ്ചാര പ്രദേശങ്ങൾ ഏതൊക്കെയാണ്? ഞാൻ രാജ്യത്തിൻ്റെ പേരായിട്ട് കൃത്യം പറയുന്നില്ല, പക്ഷേ നിങ്ങളൊരു നല്ല ആഫ്രിക്കൻ രാജ്യത്തിൻ്റെ ഉൾനാടുകളിലൂടെ സഞ്ചരിച്ചിരിക്കണം നിർബന്ധമായിട്ട്. ആഫ്രിക്കൻ രാജ്യങ്ങളെക്കുറിച്ച് നമ്മുടെ മനസ്സിലുള്ള ചിന്തകൾ ഇരുണ്ട ഭൂഖണ്ഡം എന്നായിരിക്കാം. പക്ഷെ നിങ്ങൾ സൗത്ത് ആഫ്രിക്കയിൽ ചെന്നാൽ യൂറോപ്പിനേക്കാൾ മികച്ച നിലവാരത്തിലുള്ള അടിസ്ഥാന സൗകര്യങ്ങളും ഫെസിലിറ്റികളും സൗന്ദര്യമുള്ള ഭൂപ്രകൃതിയും ഒക്കെ കണ്ട് നിങ്ങൾ അത്ഭുതപ്പെട്ടു പോകും, ഇത് സൗത്ത് ആഫ്രിക്കയാണോ എന്ന്. നിങ്ങൾ എത്യോപ്യ പോലൊരു രാജ്യത്താണ് ചെല്ലുന്നതെങ്കിൽ പട്ടിണി മൂലം നമ്മൾ 80കളിൽ കേരളത്തിൽ നിന്ന് പിടിയേരി പിരിച്ച് പിരിവെടുത്ത് അങ്ങോട്ട് അയച്ചു കൊടുത്തൊരു രാജ്യമാണ്. ഒരൊട്ടകം ചാണകം ഇടുമ്പോൾ അത് നോക്കി നിൽക്കുന്ന ഒരു ബാലൻ്റെ, ദരിദ്ര ബാലൻ്റെ പിക്ചറൊക്കെയാണ് നമ്മൾ കണ്ടിട്ടുണ്ട് പത്രങ്ങളിൽ. ഈ ഒട്ടകത്തിൻ്റെ ചാണകം നിലത്ത് വീണാൽ അതെടുത്ത് കഴിച്ചിട്ട് വിശപ്പ് മാറ്റാൻ നിൽക്കുന്ന എല്ലും തോലുമായ ഒരു പയ്യൻ്റെ പടമുള്ള എത്യോപ്യ. ഈ എത്യോപ്യ ഇന്ന് നിങ്ങൾ കാണുമ്പോൾ അത്ഭുതപ്പെട്ടു പോകുന്ന ഒരു എത്യോപ്യയായി മാറിക്കഴിഞ്ഞു. ആഭ്യന്തര പ്രശ്നങ്ങളൊക്കെ പലതുണ്ടെങ്കിൽ പോലും. അപ്പോൾ ഒരു ആഫ്രിക്കൻ രാജ്യം നിശ്ചയമായിട്ട് നിങ്ങൾ കണ്ടിരിക്കണം. 2, ചൈന നിർബന്ധമായും കണ്ടിരിക്കണം. ഹോങ്കോങ്, മക്കാവു, അല്ലെങ്കിൽ അവിടുന്ന് പിന്നെ ഷാങ്ഹായ്, ബീജിംഗ് അല്ല ഞാനീ പറയുന്നത്. ചൈനയുടെ ഉൾനാടുകളിലേക്ക് പോവുക, ചൈനയിലെ പേര് കേട്ടിട്ടില്ലാത്ത പട്ടണങ്ങളിലേക്ക് പോവുക, അവിടുത്തെ ടെക്നോളജിയുടെ വളർച്ചയെക്കുറിച്ച്, ഇൻഡസ്ട്രിയൽ വളർച്ചയെക്കുറിച്ച്, ലോകം നാളെ എങ്ങനെയാണ് ചൈന കീഴടക്കാൻ പോകുന്നത് എന്നൊന്ന് കണ്ടിരിക്കുന്നത് നല്ലതാണ്. പിന്നെ മറ്റൊന്ന്, തീർച്ചയായിട്ടും ഒരു ലാറ്റിൻ അമേരിക്കൻ രാജ്യത്തേക്ക് പോകണം. ലാറ്റിൻ അമേരിക്ക ഈ ആഫ്രിക്കയുടെ പോലും വളർച്ച പലപ്പോഴും രേഖപ്പെടുത്താതെ മധ്യ അമേരിക്കയും ലാറ്റിൻ അമേരിക്കയും വേറൊരു തരത്തിൽ ജീവിക്കുന്നത് എങ്ങനെയാണെന്ന് നമുക്ക് മനസ്സിലാവും. നിങ്ങൾ റൊട്ടേറിയൻസ്, എനിക്ക് ഉറപ്പുണ്ട് ആദ്യം യാത്ര ചെയ്തിട്ടുണ്ടാകുന്ന സ്ഥലങ്ങളിൽ യൂറോപ്പൊക്കെ ഉൾപ്പെട്ടിട്ടുണ്ടാകും. അതുകൊണ്ട് ഞാൻ യൂറോപ്യൻ രാജ്യങ്ങളെക്കുറിച്ച് പറയാത്തതാണ്. ഒരു ലാറ്റിൻ അമേരിക്ക, ഒരു ആഫ്രിക്ക, ഒരു ചൈന, ഇത്രയും നിർബന്ധമായിട്ടും പോകണമെന്നാണ് എൻ്റെ അഭിപ്രായം. നമ്മൾ ഏതാണ്ട് ഇതിൻ്റെ ഒരു ഫൈനൽ ഇതിലേക്ക് വരികയാണ്. 24 മിനിറ്റ് 20 സെക്കൻഡായി. സമയത്തിന് വിലയുള്ളത് കൊണ്ട് ഞാൻ സ്റ്റോപ്പ് വാച്ച് ഓൺ ചെയ്തതാണ്. ഈ താങ്കളുടെ ഏതാണ്ട് 150-ലേറെ രാജ്യങ്ങളിൽ താങ്കൾ യാത്ര ചെയ്തതിന് ശേഷം ജീവിതത്തെപ്പറ്റി താങ്കൾ മനസ്സിലാക്കിയ, ഇതിൻ്റെ വിവിധ സംസ്കാരം താങ്കൾ കണ്ടു, വിവിധ മനുഷ്യരെ കണ്ടു. എനിക്കൊരു ചോദ്യം കൂടെ ഉണ്ട്. ഏറ്റവും നല്ല മനുഷ്യരെ താങ്കൾ എവിടെയാണ് കണ്ടത്? ഒന്ന്. രണ്ടാമത്തത്, ഈ 150 രാജ്യങ്ങളിൽ ഈ വിവിധ സംസ്കാരങ്ങൾ സന്ദർശിച്ചതിന് ശേഷം ജീവിതത്തിൽ അതുവരെ മനസ്സിലാക്കിയിട്ടില്ലാത്തൊരു സത്യം എന്താണ് താങ്കൾ മനസ്സിലാക്കിയത്? മനുഷ്യ രാശിയെപ്പറ്റി ഉള്ള ഒരു സത്യം, ഒരു ട്രൂത്ത് എന്താണ് താങ്കൾ മനസ്സിലാക്കിയത്? നമ്മൾ ചരിത്ര പുസ്തകത്തിലും ഇന്ന് നിത്യവും മാധ്യമങ്ങളിലും ഒക്കെ പൊലിപ്പിച്ച് കാണിക്കുന്ന, നമ്മുടെ മുമ്പിൽ അവതരിപ്പിക്കുന്ന പല വലിയ മനുഷ്യരും അവരെ അടുത്തറിയുമ്പോഴും അവരുടെ നാട്ടിൽ ചെന്ന് പഠിക്കുമ്പോഴും അവരത്ര വലിയ മനുഷ്യരൊന്നും അല്ലായിരുന്നു എന്ന് ചിലപ്പോൾ മനസ്സിലാവുന്നു. അവരൊക്കെ ബാലിശമായ, വളരെ നിസ്സാരമായ ജീവിത വീക്ഷണം വെച്ച് പുലർത്തിയ പലരുമായതിൽ നിന്നും അവരുടെ നിസ്സാരമായ കോംപ്ലക്സുകളും ഈഗോകളും ലോകത്തെ മുഴുവൻ, മനുഷ്യരാശിയെ തന്നെ വലിയ അപകടത്തിലാക്കിയ, വലിയ പ്രതിസന്ധിയിലാക്കിയ, കോടാനുകോടി മനുഷ്യരെ കൊന്നുകളഞ്ഞ തീരുമാനങ്ങൾക്ക് പിന്നിലുണ്ടെന്നൊക്കെ നമ്മൾ തിരിച്ചറിഞ്ഞത് ഈ ലോകയാത്രകളിലൂടെയാണ്. അതുകൊണ്ട് തന്നെ ഇന്ന് നമ്മുടെ രാജ്യത്താണെങ്കിലും മറ്റു രാജ്യങ്ങളിലാണെങ്കിലും ചില ഭരണാധികാരികൾ ദേവരൂപം പൂണ്ട് നിൽക്കുമ്പോൾ ഇവരുടെയൊക്കെ ഉള്ളിൽ ഈ ചെറിയ മനുഷ്യരും ചെറിയ കോംപ്ലക്സുകളും ചെറിയ ഈഗോകളും എല്ലാം ചേർന്നാണ് തീരുമാനങ്ങൾ എടുക്കുന്നതെന്നുള്ള തിരിച്ചറിവ് നമുക്കുണ്ടാകുന്നു. ഇവരെയൊന്നും അങ്ങ് അന്ധമായി ആരാധിക്കേണ്ടതല്ലെന്നും ഇവരിലൊക്കെ മനുഷ്യൻ്റേതും മനുഷ്യനേക്കാൾ താഴെയുള്ള രാക്ഷസീയമായ ചിന്തകളുള്ളവരാണെന്ന് നമ്മൾ തിരിച്ചറിയുന്നു.
അത് ലോകം കാണുകയും ലോകരാജ്യങ്ങളിലൂടെ സഞ്ചരിക്കുകയും അവിടുത്തെ ചരിത്രം പഠിക്കുകയും അവിടുത്തെ ഭരണാധികാരികളുടെ ജീവിതം അന്തറിയുകയും ചെയ്യുമ്പോൾ നമുക്കങ്ങനെ സംഭവിച്ചു പോകുന്നതാണ്. പിന്നെ ഞാൻ ചോദിച്ച ചോദ്യം കുഴപ്പമില്ല. രണ്ട് ചോദ്യമായിരുന്നു ഞാൻ ചോദിച്ചത്. താങ്കൾ ഈ 150 യാത്രകൾ കഴിഞ്ഞ് താങ്കൾ മനസ്സിലാക്കിയൊരു ജീവിത സത്യം, പിന്നെ ഏറ്റവും നല്ലവരായ ആൾക്കാർ, ഈ രണ്ട് ചോദ്യം ഞാൻ ചോദിച്ചു. ഏറ്റവും നല്ലവരായ ആൾക്കാരെന്ന് പറയുന്ന ഒരു വിഭാഗത്തെ നമ്മളും അവരും സന്തോഷത്തിലിരിക്കുമ്പോൾ എല്ലാവരും നല്ലവരും, അവരും നമ്മളും സംഘർഷത്തിലിരിക്കുമ്പോൾ അത്ര നല്ലവരല്ലാത്ത ആളുകളാണെന്ന് എനിക്ക് മനസ്സിലായിട്ടുണ്ട്. പിന്നെ നമുക്കൊക്കെ നല്ലവരായിട്ട് തോന്നുന്നതും നമുക്കൊക്കെ ഒന്നിച്ച് ജീവിക്കാൻ പറ്റുന്നതും ഈ മലയാളികൾ തന്നെയാണെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. താങ്ക് യു. അപ്പോൾ ഏകദേശം നമ്മളിതിൻ്റെ പരിസമാപ്തിയിലേക്ക് എത്തി. കഴിഞ്ഞ 5 വർഷമായിട്ട് ശ്രീ സന്തോഷ് ജോർജ് കുളങ്ങരയെ നമ്മുടെ റോട്ടറി ഡിസ്ട്രിക്ട് കോൺഫറൻസിൽ കൊണ്ടുവരാൻ വേണ്ടി പലരും ശ്രമിച്ചിട്ടുണ്ട്. അത് ഈ പ്രാവശ്യമാണ് പ്രാവർത്തികമായത്. ഇതിന് പിന്നിൽ ഇദ്ദേഹത്തെ വിടാതെ പിന്തുടർന്ന, നിഴല് പോലെ പിന്തുടർന്ന്, എനിക്ക് തോന്നുന്നു അവസാനം ശല്യം സഹിക്കാൻ വയ്യാതാണെന്ന് തോന്നുന്നു വന്ന ഒരു വ്യക്തി ഇവിടെ ഉണ്ട്. അദ്ദേഹത്തിൻ്റെ പേര് പറഞ്ഞില്ലെങ്കിൽ അത് നീതികേടാകും എന്നുള്ളത് കൊണ്ട് ഞാനത് നിങ്ങളുടെ മുന്നിൽ പറയുകയാണ്. റൊട്ടേറിയൻ JS രാജീവ്, അദ്ദേഹത്തിൻ്റെ നിശ്ചയദാർഢ്യം ഒന്നുകൊണ്ട് മാത്രമാണ് ശ്രീ സന്തോഷ് ജോർജ് കുളങ്ങര എൻ്റെയും നിങ്ങളുടെയും മുന്നിൽ ഇന്നിരിക്കുന്നത്. വളരെ വളരെ നന്ദി. കാരണം താങ്കൾ കൊടുത്ത ഉത്തരങ്ങളെല്ലാം ഞങ്ങൾക്കും കൂടി കുറച്ച് ആത്മപരിശോധന നൽകുന്ന ഉത്തരങ്ങളാണ്. കുറച്ച് തള്ളു കൂടുതലാണെന്ന് താങ്കൾ പറഞ്ഞു. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഉത്തരം അതാണ്. റൊട്ടേറിയൻസിന് കുറച്ച് തള്ളു കൂടുതലാണ്. പ്രത്യേകിച്ച് എല്ലാ റൊട്ടേറിയൻസും മനസ്സിലാക്കേണ്ട ഒരു ഉത്തരം കൂടിയാണ്. അതിന് ഞാൻ ഐ റിയലി അപ്രീഷിയേറ്റ് യുവർ ആൻസർ ആൻഡ് താങ്ക് യു സോ മച്ച്. എങ്കിലും 28 മിനിറ്റേ ആയുള്ളൂ. ഇനിയും 2 മിനിറ്റ് താങ്കൾക്കുണ്ട്. ഔപചാരികമായി താങ്കൾക്ക് ഞങ്ങളുടെ ഈ കലാസായാഹ്നം ഉദ്ഘാടനം ചെയ്യാനുള്ള സമയമുണ്ട്. താങ്ക് യു. ഞാൻ എല്ലാ റൊട്ടേറിയൻസിനും തള്ളുണ്ടെന്ന് പറഞ്ഞില്ല. ഞാൻ ആരെക്കുറിച്ചാണ് പറഞ്ഞത് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ട്. ഞാൻ തിരിച്ചിറങ്ങി പോകുമ്പോൾ എല്ലാവരും എന്നെ പിടികൂടാൻ വേണ്ടി അദ്ദേഹം ഇറക്കിയ ഒരു നമ്പറായിരുന്നത്. ഇനി എനിക്ക് ധൈര്യമായിട്ട് പോകാമല്ലോ. അപ്പോൾ ഇത്രയും സമയം ക്ഷമിച്ചതിന്, സഹിച്ചതിന് പ്രത്യേകം നന്ദി. ഇന്നിവിടെ നിർബന്ധപൂർവ്വം തീർച്ചയായിട്ടും പ്രിയപ്പെട്ട ശ്രീ രാജീവിൻ്റെ ഫോളോ അപ്പ് ഉണ്ടായിരുന്നു. ഒപ്പം വേറൊരാളൂടെ ഉണ്ട്, ആലപ്പുഴയുടെ ഒരു പുത്രി നിഷ ജോസ് കെ മാണി. എനിക്ക് തോന്നുന്നു ഇവർ 2 കൊല്ലമായിട്ട് ഈ പരിപാടിക്ക് വല്ലണമെന്ന് എന്നെ ഇങ്ങനെ പുഷ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ശരിക്കും അപ്പോൾ അതുകൊണ്ട് ഇന്ന് ശരിക്കും പങ്കെടുക്കാൻ പറ്റുമെന്ന് എനിക്ക് ഒരു ധൈര്യവും ഉറപ്പും ഉണ്ടായിരുന്നില്ല. അത്ര തിരക്കുള്ള വീക്കെൻഡ്സാണ്, അറിയാമല്ലോ. സൺഡേ ചാനലിൽ പോകേണ്ട പരിപാടികളെല്ലാം പ്രിപ്പയർ ആവുന്നത്, അതിൻ്റെ ഫൈനൽ വർക്കുകൾ നടക്കുന്ന എല്ലാം മിക്കവാറും സാറ്റർഡേ ഈവനിങ്ങുമാണ്. അതാണ് ഇത്തിരി വൈകിപ്പോയത്. എനിവേ, എല്ലാവർക്കും നന്ദി. ഇനിയും ഒരിക്കൽ തീർച്ചയായിട്ടും റോട്ടറിയുടെ ഒരു വേദിയിൽ നമുക്ക് കണ്ടുമുട്ടാം. താങ്ക് യു വെരി മച്ച്. താങ്ക് യു. നിഷ ഇതിൻ്റെ പുറകിൽ ഉണ്ടായിരുന്നു, ഞാൻ അറിഞ്ഞില്ല. താങ്ക് യു നിഷ. Our chief guest is requested to remain on dais for a few more moments. Please, ladies and gentlemen, that was an exciting conversation session full of information, knowledge and insight, featuring Mr. Santosh George Kulangara, the travel wizard, and our PDG Suresh Matthew, exploring the subtle nuances and benefits of traveling far and wide. Now, as a token of our district's appreciation and gratitude, our may have the presence of Rotarian Nisha Jose and also JS Rajiv, please. Nisha George, Rotarian JS Rajiv and the conference chair are also requested to share the dais, while the district governor honoring Mr. Santosh George Kulangara by presenting with a memento as a mark of our respect, gratitude and thanks for his time and valuable presence here. District Governor honoring our guest Santosh George Kulangara. In the presence of Conference Chair Sebastian, Rotarian Nisha Jose,
Jayas Rajiv and other Rotary dignitaries. Ladies and gentlemen, the title sponsors of Chagara 2026, our district conference, was Mrs. Supra Pacific.